ചെറുള. ഈ ചെടിയുടെ പേര്, ഈ ചെടിയൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷേ ഇതിൻ്റെ പേര് ഒരുപാട് ആളുകൾ ഈ ഒരു ടൈമിലായിരിക്കും കേൾക്കുന്നത്. നമ്മൾ എല്ലാവരുടെ വീട്ടുമുറ്റത്തും ഇതുണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് പറയണില്ല. എന്നാലും വീടിൻ്റെ പരിസരത്തും അതുപോലെ തന്നെ റോഡ് സൈഡിലും തൊടുവിലും പറമ്പിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു ചെടിയാണ് ഈ ഒരു ചെറുള. അപ്പോൾ ഇനി ആരും ഈ ചെറുള നിസ്സാരമായി കാണരുത് കേട്ടോ. ഇത് നമ്മൾ കഴിച്ചാലുണ്ടല്ലോ, ഈ കൃമിശല്യം, രക്തസ്രാവം, മൂത്രക്കല്ല്, ഈ മൂത്രാശയമായിട്ടുള്ള രോഗങ്ങൾ, പിന്നെ ഈ പനി, ചുമ, ജലദോഷം, കഫക്കെട്ട്, തുമ്മൽ, കിഡ്നി സ്റ്റോണ്, രക്തസ്രാവം, ഷുഗർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ ഇത് പറ്റും. അതേപോലെ തന്നെ പ്രമേഹം കൊണ്ടുള്ള പ്രതിസന്ധി കൊണ്ട് വലയുന്ന ഒരു ചില്ലറൊന്നല്ലല്ലോ. അതിന് നല്ലൊരു പരിഹാരം കാണുന്നതിനായിട്ട് ഈ ഒരു ചെറുള വളരെ അധികം ഉപകാരമാണ് കേട്ടോ. പക്ഷേ നമ്മൾ പ്രമേഹത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഉണ്ടാക്കിയ കടിച്ചാപ്പറച്ചി പോലൊന്നുമല്ല. നമ്മളിപ്പോൾ ഒരു കടിച്ചാപ്പറച്ചി മോഡലിലാണ് ഇത് ഉണ്ടാക്കി കഴിക്കണത്. അപ്പോൾ ആ ഒരു രീതിയിലൊന്നല്ല കേട്ടോ നമ്മൾ ഈ ഒരു പ്രമേഹത്തിനൊന്നും കഴിക്കേണ്ടത്. പ്രമേഹത്തിനൊക്കെ കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ചെറുളൻ്റെ ഇല കുറച്ചെടുത്ത് അരച്ചിട്ട് മോരിൽ കലക്കിയിട്ട് കുടിക്കുകയാണ് ഈ ഷുഗറിനൊക്കെ വേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് കിഡ്നി സ്റ്റോണൊക്കെ ഉള്ള ആളുകൾ ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് ഇല എടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കഷായം പോലെ വെള്ളത്തിലിട്ട് തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വൃക്കരോഗങ്ങളെ തടയാനും കിഡ്നി സ്റ്റോൺ ഇല്ലാതാക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു കടിച്ചാപ്പറച്ചി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുളൻ്റെ ഇല ഞാൻ എടുക്കുന്നുണ്ട്. ഈ ഇല എടുത്തിട്ട് ഇതിനൊരു പ്രത്യേക ഒരു രുചി, കയ്പ്പ്, ടേസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ആ കുറച്ച് ചെറുളൻ്റെ ഇല ഇതുപോലെ പിച്ചെടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പൂവും കായും ഒക്കെ എടുക്കട്ടോ. ഇതിനി നന്നായിട്ടൊന്ന് കഴുകണം, വെള്ളത്തിലിട്ടൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മളെ വീടിൻ്റെ പരിസരത്തും അടുക്കളയിലും ഉള്ളിക്കൊട്ടയിലൊക്കെ ഉള്ള കുറച്ച് ഉള്ളികളും എല്ലാം കൂടിയിട്ട് കുറച്ച് നമ്മൾ ഫുഡിലൊക്കെ ഇടുന്ന ഐറ്റംസൊക്കെ ഇട്ടിട്ട് തയ്യാറാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു കടിച്ചാപ്പറച്ചി തയ്യാറാക്കുന്നത്. ഈ കടിച്ചാപ്പറച്ചി ആണെങ്കിലോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളൊരു കടിച്ചാപ്പറച്ചി ആയിരിക്കുകയും ചെയ്യും. പോരാത്തിന് നമ്മളെ കുട്ടികൾക്കൊക്കെ കഴിക്കാനും മടിയില്ലാതെ വീണ്ടും വീണ്ടും കഴിക്കുന്ന രീതിയിലും കൂടെയാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാലോ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഇല കുറച്ച് കഴുകിയിട്ട് ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം കൂട്ടിയിട്ടൊരു കടിച്ചാപ്പറച്ചി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ട വെച്ചാൽ കുറച്ച് മുത്താറിപ്പൊടി എടുക്കുക, ഒരു 3/4 ടേബിൾ സ്പൂണോളം. അതുപോലെ തന്നെ പിന്നീട് എടുത്ത പൗഡർ എന്താണെന്ന് വെച്ചാൽ ചോളത്തിൻ്റെ പൗഡറാണ് കേട്ടോ. അതായത് നമ്മുടെ കോൺഫ്ലോർ. അതും ഒരു 3/4 ടേബിൾ സ്പൂൺ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ ഈ തുമ്മലും ജലദോഷവും കഫക്കെട്ടൊക്കെ ഉണ്ടായാൽ നമ്മൾ സാധാരണ ഇനിയിപ്പോൾ ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കുകയാണെങ്കിലും ഇനി കുഞ്ഞു മക്കൾക്കൊക്കെ വേഗം ജലദോഷവും ഒക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സംഭവമാണ്, ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു കൃഷ്ണ തുളസി. ഇനി നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഇതാണ് കേട്ടോ, എന്താ പറയുക, കഞ്ഞിക്കുറുക്കൽ നമ്മുടെ വീട്ടിൽ ഈ കഞ്ഞിക്കുറുക്കൽ തുളസി എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ നമ്മുടെ വീട്ടിൽ ഒരു തൈയെങ്കിലും നട്ടുപിടിപ്പിക്കണം. ഇതാണ് കേട്ടോ, എന്താ പറയുക, കഞ്ഞിക്കുറുക്കൽ നമ്മുടെ വീട്ടിൽ ഈ കഞ്ഞിക്കുറുക്കൽ തുളസി എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ നമ്മുടെ വീട്ടിൽ ഒരു തൈയെങ്കിലും നട്ടുപിടിപ്പിക്കണം. കാരണം ഇതുപോലുള്ള മെഡിസിനൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ പിന്നെ ഈ ഒരു മെഡിസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടത്തോടു കൂടി കഴിക്കുന്നുള്ളതാണ്. നമ്മൾ എന്ത് ഒരു ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കിയാലും കുട്ടികൾ കഴിക്കൂലല്ലേ. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ ഏത് വീട്ടിലും ഒരു പ്രാവശ്യമെങ്കിലും മക്കൾക്കോ ഇനി വലിയവർക്കൊക്കെ ജലദോഷവും തുമ്മലും കഫക്കെട്ടും ഒക്കെ വരും. ഇനി ചില കഫക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതങ്ങനെ കാലപ്പഴക്കം വരും. എത്രയോ കുട്ടികൾക്ക് ന്യൂമോണിയ അങ്ങനെയൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കഫക്കെട്ട് നമ്മൾ ഒരിക്കലും കഫം ശരീരത്തിൽ നിൽക്കാൻ പാടില്ല, അത് വേഗം ഇളക്കി കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മക്കൾക്കൊക്കെ ഇനിയിപ്പോൾ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എരിഞ്ഞു അങ്ങനെയൊക്കെ പോയിട്ട് കഴിക്കൂല. അപ്പോൾ അവർ വീണ്ടും വീണ്ടും നമ്മളൊരു മുട്ടായിയൊക്കെ കഴിക്കണ ആ ഒരു ഫീലാണ് കേട്ടോ തന്നെ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, കഞ്ഞിക്കുറുക്കലൊക്കെ എടുത്തിട്ട് ഞാനൊരു അത്യാവശ്യം വലിയൊരു തണ്ടന്നെ എടുത്തിട്ടുണ്ട്. ഏകദേശം കുറച്ച് ഇലകളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു മെഡിസിൻ റെഡിയാക്കി എടുക്കുമ്പോൾ ഈ
കഞ്ഞിക്കുറുക്കലും അതുപോലെ തന്നെ തുളസിയൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ ചേർക്കണം. അപ്പോൾ ഏതായാലും നല്ല പോലെ ഒന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ. തുളസിയും കഴുകിയിട്ടുണ്ട്, കഞ്ഞിക്കുറുക്കലും കഴുകിയിട്ടുണ്ട്. ഇപ്പം നല്ല കുറച്ചൊരു വേനലായതുകൊണ്ട് തന്നെ കഞ്ഞിക്കുറുക്കലൊക്കെ ഇങ്ങനെ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇലകളൊക്കെ ഇല്ലാതാവും തുളസിൻ്റെ ഒക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലുള്ള ഔഷധ ഗുണങ്ങളുള്ള ചെടികളൊക്കെ നമ്മൾ മറ്റ് ചെടികളെക്കാളും ഒന്നും കൂടി പരിപാലിക്കണം, നല്ലത്. അപ്പോൾ ആ ഒരു 1.5 അച്ച് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തീ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഉരുകി വരുമ്പോഴേക്കും നമ്മൾ ചെറുള്ളിൻ്റെ ഇട്ട മിക്സിഡ് ജാറിലേക്ക് ഇതും കൂടെ ഇട്ടുകൊടുക്കാം. വേണ്ട എന്താ വെച്ചാൽ കുറച്ച് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി നമുക്ക് ഏത് കെട്ടിക്കിടക്കണ കഫുണ്ടെങ്കിലും ഉരിഞ്ഞു പോകുന്ന ഒരു സാധനമാണ്. ഉരുക്കി പോകുന്നൊക്കെ പറഞ്ഞ പോലുള്ള ഒരു സംഭവമാണ് ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി വെറുതെ കടിച്ച് ചമച്ചൊക്കെ കൊടുക്കും. ചെറിയ കുട്ടികൾക്ക് ചുമക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് കൊടുക്കും. ഓരോ ചെറിയ ഉള്ളിയൊക്കെ കൊടുത്ത് അവരത് ചമച്ച് തിന്നാൽ തന്നെ ഒരുവിധം കഫക്കെട്ടൊക്കെ മാറാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു 10-15ഓളം ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചും നല്ല വലുപ്പമുള്ള 2 കഷ്ണമാണ് എടുത്തുക്കണത്. നമ്മൾ ഇതുപോലുള്ള മെഡിസിനൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ഇഞ്ചിയുടെ അളവൊക്കെ നല്ലോണം വേണം. അപ്പോൾ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. അത് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട എന്താ വെച്ചാൽ ഈ കുരുമുളകാണ്. 1 ടേബിൾ സ്പൂണ് കുരുമുളകാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒന്ന് കറക്കി നോക്കി അരിഞ്ഞ് കിട്ടുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, വെള്ളമില്ലാതെ. അപ്പോൾ അരിഞ്ഞൊന്നും കിട്ടണില്ല. പക്ഷേ ഏതായാലും നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. ഇതൊന്ന് അരച്ചൊക്കെ എടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ലേശം കാപ്പിപ്പൊടിയാണ്. ഒരു 3/4 ടേബിൾ സ്പൂണോളം കാപ്പിപ്പൊടി, ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയാണ് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് കട്ടകളൊന്നുമില്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ ഇനിയിപ്പം വീട്ടിൽ ജലദോഷം തുമ്മൽ കഫക്കെട്ടൊന്നും ഇല്ലാത്ത വീടാണെങ്കിൽ പോലും ഇതുണ്ടാക്കി വെക്കൽ ഒരു നല്ലൊരു കാര്യമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചില സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ചില വീട്ടിലൊക്കെ എപ്പോഴും പാരസെറ്റാമോളൊക്കെ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ഒരു ജലദോഷമോ പനിയോ ഒക്കെ തലവേദനയൊക്കെ വരുമ്പോൾ കഴിക്കാനുള്ള ഒരുപാട് ആളുകളുണ്ട്. അത്തരം ചില ഗ്യാസിൻ്റെ ഗുളിക അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ അതുപോലെ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ ഇതൊക്കെ. ഇതുപോലുള്ള തവിട് പൊടിച്ചത്, ഈ ചുമക്കെ ഉണ്ടാകുമ്പം ആടലോടൊക്കെ ഇട്ടിട്ട് തവിട് എടുക്കുമല്ലോ, കുറച്ച് അരിയൊക്കെ വറുത്ത്, അങ്ങനെ അതൊക്കെ വീട്ടിലെപ്പോഴും ഉണ്ടായിരിക്കണം, നല്ലതാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മെഡിസിന് നമുക്ക് കുറച്ച് ദിവസങ്ങൾ വെച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. ചുക്കാപ്പിയൊക്കെ നമ്മൾ ദിവസം 2-3 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞാൽ പിറ്റേ ദിവസം വേറെ ഉണ്ടാക്കും. പക്ഷേ ഈ ഒരു മെഡിസിന് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കുറേ ദിവസം വെച്ചിട്ട് തന്നെ നമുക്ക് ഓരോന്ന് വീതം കഴിക്കട്ടോ. നമ്മുടെ വീട്ടിൽ മക്കൾക്കൊക്കെ ജലദോഷവും പനിയും കഫക്കെട്ടൊക്കെ വരികയാണെങ്കിൽ ഈ കുട്ടികൾക്കൊക്കെ ഇതിൽ നിന്ന് ഒന്നെടുത്ത് കൊടുത്താൽ തന്നെ കുട്ടികളുടെ ജലദോഷം ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ ആ ഒരു ഇത് മുഴുവനായിട്ടൊന്ന് അരിച്ചെടുത്ത് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരിച്ച് പിഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, അതിലേക്ക് നമ്മുടെ ആ ഒരു മുത്താറിയുടെയും അതുപോലെ തന്നെ കോൺഫ്ലോറിന് മിക്സൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി, പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ശർക്കര നല്ലോണം തിളച്ച് അതിൻ്റെ അതൊക്കെ അച്ചൊക്കെ നല്ലോണം ഉരുകിയും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഇതാക്കിയത് ഇതിലേക്കൊന്ന് പാർന്നു കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി എന്ത് ചെയ്യുക, നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മളെ കൂടെ നമ്മളെ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്തു കൊടുക്കാൻ പറ്റൂലേ. പക്ഷെ നമ്മളെ അടുത്തില്ലാതെ കുറച്ച് ദൂരമൊക്കെ പോയി പഠിക്കണ മക്കളൊക്കെ ഉണ്ടാവും, ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കണ മക്കളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഇതുപോലൊരു ജലദോഷമോ പനിയൊക്കെ വരികയാണെങ്കിൽ ആരാല്ലേ ഉണ്ടാവുക അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ. ഡോക്ടറെ കാണിക്കുക, ഗുളിക കഴിക്കുക ഒക്കെ ഓക്കെ. പക്ഷേ എത്രയൊക്കെ ഡോക്ടറെ കാണിച്ച് ഗുളികയൊക്കെ വാങ്ങി കഴിക്കണമെങ്കിലും ഇതും കൂടെ നമ്മൾ ഇതുപോലുള്ള മെഡിസിനും കൂടെ അതിൻ്റെ ഇടയിലൂടെ റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രതിരോധശേഷി ഉണ്ടാവും മക്കൾക്ക്. അപ്പോൾ പിന്നെന്താ പറയുക, ഈ പ്രതിരോധശേഷി ഇല്ലാഞ്ഞിട്ടാണ് വേഗം ജലദോഷം കഫക്കെട്ട് തുമ്മലൊക്കെ വരുന്നത്.
അപ്പോൾ നമ്മൾ ഇതുപോലുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നമ്മളെ വീട്ടിലുള്ള കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന മക്കൾക്കൊക്കെ എന്ത് ചെയ്യുക, ഇത് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്താൽ അവർക്ക് പെട്ടെന്നൊന്നും ഇത് കേടാവില്ല, ഫ്രിഡ്ജിൽ പോലും വെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അവർക്കായാലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യുക. ഇനി മിഠായിക്ക് പകരം പോലും ഇത് മക്കൾ കഴിക്കട്ടോ, കാരണം അത്രക്കും വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മരുന്ന് മെഡിസിൻ എന്നൊക്കെ ഇതിന് പറയട്ടോ, അത്രക്കുമാണ്. അപ്പോൾ ഏതായാലും ഇത് പെട്ടെന്നൊക്കെ കുറുകിയൊക്കെ കിട്ടും, ഒരുപാട് കത്തിക്കാനൊന്നും നിൽക്കണ്ട. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഉണ്ടോ അത് ചെയ്യണത്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിലെത്തി കഴിയുന്ന സമയത്ത് ഇതിലേക്ക് പശുവിൻ്റെ നെയ്യ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പശുവിൻ്റെ നെയ്യ് ഇഷ്ടമില്ലാത്ത പോലാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അത് വിചാരിച്ചിട്ട് നിങ്ങൾ ഇതിലേക്ക് ഓയിൽ അതുപോലെ തന്നെ പച്ചക്കറീൻ്റെ നെയ്യ് ഒന്നും ഇട്ടിച്ചു കൊടുക്കരുത് കേട്ടോ, അതൊക്കെ കേടാണ്. വേണമെങ്കിൽ ലേശം വെളിച്ചെണ്ണ 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ പ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ കൃഷ്ണ തുളസി ആഡ് ആക്കിയിട്ടുണ്ട്. ഈ കൃഷ്ണ തുളസിയിൽ അടങ്ങിയിരിക്കുന്ന ഈ ഹ്യൂജിനോൾ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ, ഒരു ഘടകം, അത് ഈ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ രോഗപ്രതിരോധ ശേഷി ഉണ്ടായാൽ തന്നെ എന്താവും, മക്കൾക്ക് ആരും വലിയവർക്കായാലും ഒക്കെ ഇതുപോലുള്ള ചുമ, ജലദോഷം, കഫക്കെട്ടൊക്കെ വരൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ഇതൊക്കെ മാറാനും അത് രോഗപ്രതിരോധ ശേഷി കൂടാനും വേണ്ടിയിട്ടാണ് കൃഷ്ണ തുളസി. അപ്പോൾ അത് നിങ്ങൾ കുറച്ച് കൂടുതൽ ചേർത്തോളൂ, ഞാൻ നല്ലോണം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ കുറച്ച് തേങ്ങ ചേർത്ത് വെക്കുന്നുണ്ടോ, കാരണം ഇഞ്ചി, കുരുമുളക് ഒക്കെ ഉള്ളതല്ല. അപ്പോൾ അതൊക്കെ ഉണ്ടാകുമ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇത് കഴിക്കാൻ കുറച്ച് മടിയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവർ ഇഷ്ടത്തോട് കൂടി കഴിക്കും, ഈ ഒരു തേങ്ങയും കൂടി ഇടയിടയിൽ ഇങ്ങനെ കടിക്കുന്ന സമയത്ത് കേട്ടോ. പിന്നെ ഇതിൽ കാര്യമായിട്ട് പണിയൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പാണ്, ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ ഇത് റെഡിയായി. പക്ഷെ ഇത് ഒന്നും കൂടെ നമുക്ക് കുറച്ച് ദിവസത്തിനൊക്കെ നമുക്ക് പാത്തക്കാളല്ലേ, അതുകൊണ്ട് തന്നെ ഇത് വെള്ളത്തിന് അംശം മാറ്റുന്ന വരെ നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. പക്ഷെ നമുക്കിതുപോലെ ഒരു ഫോയിൽ പേപ്പറിലോ അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഇതിലൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ സെറ്റാക്കി വെച്ചാൽ എന്താ പറയുക, കുട്ടികൾക്ക് ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാവും ചെയ്യും. പിന്നെ കുറേ ദിവസം നമുക്കിത് ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ ഒരു ഡബയിലൊക്കെ ഇട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ജലദോഷം പനിയൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഹോസ്റ്റലിലൊക്കെ പഠിക്കണ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് കൊണ്ടുപോയി ഓർക്ക് കൊടുക്കാം കേട്ടോ. ഇതിലുള്ള കൃഷ്ണ തുളസിയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ഈ കൃഷ്ണ തുളസി ഇട്ട് വെച്ച വെള്ളം, ഇനിയിപ്പോൾ തിളപ്പിക്കൊന്നും വേണ്ട, വെറും പച്ച വെള്ളത്തിൽ കൃഷ്ണ തുളസി ഇട്ട് വെച്ചിട്ട് നമുക്ക് ദാഹിക്കുന്ന സമയത്തൊക്കെ അത് കുടിക്കുകയാണെങ്കിൽ തന്നെ ഈ വലിയ രോഗങ്ങളുണ്ടല്ലോ, ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളൊക്കെ തടയാൻ വേണ്ടി വരെയുള്ള പ്രതിരോധിക്കാനുള്ള ശേഷി ഈ ഒരു കൃഷ്ണ തുളസിയുടെ വെള്ളത്തിനുണ്ടാവും. അപ്പോൾ അത് എന്ത് ചെയ്യുക, നമ്മൾ വീട്ടിലൊക്കെ കൃഷ്ണ തുളസി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിങ്ങനെ ഉണങ്ങി പോകാൻ കാത്തിരിക്കാതെ അതിന് ലേശം ഇലക്കെ എടുത്തിട്ട് ഡെയിലി വെള്ളത്തിലിട്ട് വെക്കുക. ജീരക വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിക്കണില്ലേ, അതുപോലെ ഡെയിലി വെള്ളത്തിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിലിട്ടേക്കുക. ഇനിയിപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം എന്നൊന്നും വേണ്ട, സാധാ പച്ച വെള്ളത്തിലിട്ട് വെച്ചാലും നമുക്ക് ദാഹിക്കുന്ന സമയത്തൊക്കെ ആ വെള്ളം ഇങ്ങനെ എടുക്കുമ്പോൾ നല്ലൊരു രുചി ഉണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഒരുപാട് അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ അസുഖമാണ് ക്യാൻസർ. അപ്പോൾ അതൊക്കെ തടയണമെങ്കിൽ പ്രതിരോധശേഷി വേണം. പ്രതിരോധശേഷി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുവിധ അസുഖങ്ങളൊന്നും വേഗം അങ്ങോട്ട് ശരീരത്തിലേക്ക് ഓടിക്കേറി വരൂല. അപ്പോൾ എന്ത് ചെയ്യുക, അത് ഇട്ടച്ച വെള്ളമൊക്കെ കുടിക്കണത് നല്ലതാണ് കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടില്ലേ എന്ത് ഭംഗിയുണ്ടല്ലേ കാണാൻ. കുട്ടികൾക്കൊക്കെ ഇത് കിട്ടിയാൽ ഒരു ചുക്കാപ്പിൻ്റെ മോഡലിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയത്. പക്ഷെ ചുക്കാപ്പിയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളൊക്കെ എവിടെ കുടിക്കാനല്ലേ, വലിയവർക്ക് തന്നെ ഒരു മടിപ്പാണ്. അപ്പം ഞാൻ അതിക്ക് നല്ല ശർക്കര ഇട്ട് കേട്ടോ. ശർക്കരൻ്റെ അളവ് വേണമെങ്കിൽ കുറക്കാം. ശർക്കരയും കുട്ടികൾക്ക് പ്രതിരോധശേഷി കൂട്ടാൻ പറ്റിയ നല്ലൊരു മെഡിസിൻ തന്നെയാണ് ശർക്കര. അപ്പോൾ അത് ഷുഗർ പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ ശർക്കരൻ്റെ അളവൊന്ന് കുറക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഞാനൊരു 1.5 അച്ച ശർക്കര ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇതിന് ഓരോ എണ്ണം എടുത്തു കൊടുത്താൽ മതിയാവും കേട്ടോ. അതുപോലെ തന്നെ പനിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറാൻ പറ്റുന്ന സംഭവം, മാറുന്നൊരു ഔഷധ സസ്യമാണ് കഞ്ഞിക്കൂർക്ക, പനിക്കൂർക്ക, നവര, അങ്ങനെ പല രീതിയിലും പല പേരുകളിലും ഇത് പല പ്രദേശങ്ങളിലും ഓരോരോ പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. നമ്മളവിടെ ഇതിന് കഞ്ഞിക്കൂർക്കൽ എന്നാണ് പറയുക. കഞ്ഞിക്കൂർക്ക എന്നല്ല, കഞ്ഞിക്കൂർക്കൽ.
അതേപോലെ തന്നെ നവര എന്ന് പറഞ്ഞ സ്ഥലങ്ങളുണ്ട്, പനിക്കൂർക്കാന്ന് പറഞ്ഞ സ്ഥലങ്ങളുണ്ട്, കർപ്പൂര വള്ളി എന്ന് പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. അങ്ങനെ പല പേരിലുണ്ട്. അപ്പം നിങ്ങളെ നാട്ടിലൊക്കെ എന്താണ് ഈ ഒരു കഞ്ഞിക്കൂർക്കലിന് പറയലെന്നുണ്ട്. കഞ്ഞിക്കൂർക്കൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഞാനിങ്ങനെ പൊട്ടിച്ചില്ല ഒരു തണ്ട്, ഒരു പച്ച ഇലയുള്ള തണ്ട്, അത് നമ്മൾ ഓരോന്നും എടുത്ത് കഴിച്ചാൽ തന്നെ പുണ്ണിനൊക്കെ നല്ലതാണ് കേട്ടോ. പുണ്ണൊക്കെ നമ്മൾ നാവിലുണ്ടാകുമ്പോൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് ഒരു ഇല നമ്മൾ ആ തെയ്യുമെന്ന് പറിച്ചിട്ട് ഇങ്ങനെ ചവച്ചാൽ തന്നെ പുണ്ണ് പോലുള്ള അസുഖങ്ങളൊക്കെ മാറും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് എല്ലാ മക്കൾക്കൊക്കെ ജലദോഷവും പനിയും കഫക്കെട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോന്ന് വീതം കൊടുക്കുക. നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ലൈക്കൊക്കെ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും.